കുറച്ചുകൂടി അത് മുഴുമിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രബലമായിട്ടുള്ള ഒരു പട്ടിക പുറത്തിറക്കുക. പത്തനംതിട്ടയിലടക്കം തോമസ് ഐസക്കിനെ പോലെ അത്രയും പ്രബലനായിട്ടുള്ള ആളെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം കണക്ക് വരിക, ആ രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുക. അതിനകത്ത് പോലും ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. പത്തനംതിട്ടയുടെ കാര്യമെടുത്താൽ ഇപ്പൊ ഈ 18 UDFന്റെ MP-മാരുള്ളതിൽ ഏറ്റവും ആന്റി ഇൻകംബൻസി, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിപ്രതിപത്തി ഉണ്ടായിരുന്നത് പത്തനംതിട്ടയിലെ MP-ആയ ആന്റോ ആന്റണിയോടാണ്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷിനേക്കാളും അല്ലെങ്കിൽ രമ്യ ഹരിദാസിനേക്കാളും കൂടുതൽ അവിടെ തോൽവി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിരുന്ന ആൾ ആന്റോ ആന്റണിയാണ്. പക്ഷേ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയെയും CPM-ന്റെ സ്ഥാനാർത്ഥിയെയും വെച്ച് നോക്കുമ്പോൾ പല പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വെച്ച് നോക്കിയാൽ അവിടെ ആന്റോ ആന്റണി വീണ്ടും ജയിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു നേതാവിനോട് പറഞ്ഞത് ആന്റോ ആന്റണി ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ അത് മിക്കവാറും അടിക്കും. കാരണം അത്രയും ഭാഗ്യമാണ്. അതായത് ഒരിക്കലും ജയിക്കാത്ത ഒരാൾ, എതിർ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ രണ്ടുപേര് വന്നതുകൊണ്ട് ജയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു അവസ്ഥയാണ് പത്തനംതിട്ടയിൽ. ഇപ്പോൾ പത്തനംതിട്ടയിൽ BJP PS ശ്രീധരൻപിള്ളയെ നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഒരേ സമയം അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 4 ക്രിസ്ത്യൻ സഭകളുടെ പരിപാടിയിൽ പങ്കെടുത്തു. ഗോവയിൽ അദ്ദേഹം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്തു, ആതിഥേയത്വം വഹിച്ചു. അദ്ദേഹം ഇവിടെ മലങ്കര സഭയുടെയും IPC പെന്റിക്കോസ്റ്റ് സഭയുടെയും ഉൾപ്പെടെ വലിയ ചടങ്ങുകളിൽ പങ്കെടുത്തു. അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിക്ക് അഭിമതനാണ്. അദ്ദേഹം ഈഴവ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല. അദ്ദേഹം നിന്നിരുന്നെങ്കിൽ പത്തനംതിട്ട BJPക്ക്, തൃശ്ശൂർ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, പത്തനംതിട്ടയെങ്കിലും BJPക്ക് ചിലപ്പോൾ താമര വിരിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോട്ടെ, ഇനിയിപ്പോൾ PS ശ്രീധരൻപിള്ള നിന്നില്ലെങ്കിൽ അവിടെ PC ജോർജ് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോൺ ജോർജ് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കുമ്മനം രാജശേഖരൻ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച K സുരേന്ദ്രൻ മത്സരിച്ച ആളാണ്, അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ഇവരെ ഒന്നും നിർത്താതെ ഈ അനിൽ ആന്റണി എന്ന AK ആന്റണിയുടെ അച്ഛന്റെ ആ വിലാസം മാത്രമുള്ള അനിൽ ആന്റണിയെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് നിർത്തിയത് അത് ഭൂലോക മണ്ഡലം അല്ലെങ്കിൽ പിന്നെന്താണ്? ഇവിടെ കേരളത്തിലെ മീഡിയ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്നാണ്. പക്ഷെ സത്യം അതല്ല. സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ തീരുമാനം എടുത്തത്. ഇവിടെ നിന്ന് പോയ പേരിൽ അനിൽ ആന്റണിയുടെ പേരില്ല പത്തനംതിട്ടയിൽ. അത് കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ PC ജോർജിന്റെ വീട് സന്ദർശിച്ച് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തതാണ്. അദ്ദേഹത്തെ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ എല്ലാം കൂടിയാണ് ഡൽഹിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ച് ജനുവരി 31 അംഗത്വം എടുപ്പിച്ച് പാർട്ടി ലയിപ്പിച്ച് അദ്ദേഹത്തെ BJP അംഗമാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിന് പത്തനംതിട്ട സീറ്റ് കൊടുക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മോദിജിയും അമിത്ഷായും കൂടി അദ്ദേഹത്തിന്റെ പേര് വെട്ടി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി. അതെന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ളത് ചോദിച്ചാൽ സാമാന്യ യുക്തിക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ അനിൽ ആന്റണിയെ ഇവിടെ അണ്ണാമലയെ പോലെ ഇറക്കാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ കൂടി വല്ല അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കൂട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. കാരണം എറണാകുളത്തോ ചാലക്കുടിയിലോ നിന്നാൽ അനിൽ ആന്റണി ചിലപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പോകും. കാരണം അവിടെ ഒരു നേരിയ മുൻതൂക്കം UDFന് കൊടുക്കുന്നു, അതേപോലെ എവിടെയോ ഒരു മുൻതൂക്കം BJPക്കും NDA മുന്നണിക്കും കൊടുക്കുന്നുണ്ടോ ഈ വാക്കുകളിൽ താങ്കൾ പറഞ്ഞു വരുമ്പോൾ? എനിക്കൊരു സംശയം. ഇല്ല, ഞാൻ പറയുന്നത് പത്തനംതിട്ടയിൽ BJPക്ക് ജയിക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് PS ശ്രീധരൻപിള്ള. അവിടെ PC ജോർജും ഷോൺ ജോർജും ചില പ്രത്യേക സാഹചര്യത്തിൽ അതായത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവിടെ തോമസ് ഐസക്കും ആന്റോ ആന്റണിയുമാണ് എതിർ സ്ഥാനാർത്ഥികളെങ്കിൽ PC ജോർജ് പോലും ചിലപ്പോൾ ത്രികോണ മത്സരത്തിൽ ജയിക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷോൺ ജോർജ് ഉൾപ്പെടെ. പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ആ സംസ്ഥാന തലത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു നേരിയ മുൻതൂക്കം കൊടുക്കുന്നത് UDFന് തന്നെയാണ് ഇത്തവണത്തെയും ഈ സാഹചര്യത്തിലും. ഇപ്പോഴും ഒരു ഫീൽഡിൽ നിന്നുള്ള ഒരു പൾസ് എടുത്തിട്ടും തീർച്ചയായും ഈ കേരളത്തിലെ സ്ഥിതി വിഭിന്നമാണല്ലോ. ദേശീയ തലത്തിൽ ഇപ്പോൾ അബ് കി ബാർ 400 പാർ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നത് ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായിട്ടും അത് പ്രതിഫലിക്കണമെന്നില്ല. ദക്ഷിണേന്ത്യയിൽ കൂടി പരമാവധി സീറ്റ് കിട്ടാനില്ല.
ആ പോയിന്റിൽ